നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് ഈ പീഡനത്തിന് ഇരയാക്കുന്ന സംഭവങ്ങൾ ഇവിടെ ഇപ്പം തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ സംസാരിച്ചാണ്. രാത്രി 16 വയസ്സുള്ള പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കഥയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നൊരു വിവരം, കണ്ണൂരിൽ നിന്ന് ഒരു 23-കാരൻ തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് വന്ന് 14 വയസ്സുള്ള 2 പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടിട്ട് വന്ന് പീഡിപ്പിച്ചിട്ട് പോയി എന്നുള്ളതാണ്. ഇയാളെ പിടിച്ചു പോലീസ്. എങ്കിൽ പോലും ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണത്. ആ വാർത്ത ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. പക്ഷേ ഒരു അപ്രധാനമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ വാർത്ത ഞാൻ കണ്ടത്. സാധാരണ വാർത്ത. ഉള്ളതുകൊണ്ട് 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ എന്ന് പറഞ്ഞാണ് ഞാൻ തലക്കെട്ട് കണ്ടുകൊണ്ട് ജസ്റ്റ് ചുമ്മാ. ഞാൻ സാധാരണ ഇത്തരം വാർത്തകൾ നോക്കാറില്ല. കാരണം ഈ പോക്സോ സംബന്ധിച്ച വാർത്തകൾ നോക്കാറേ ഇല്ല. പലതും നമുക്ക് വായിക്കാൻ കഴിയാതായിരിക്കും. സഹോദരന്മാരുടെയും പിതാക്കന്മാരുടെയും ആകെപ്പാടെ അലമ്പായിട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ള വാർത്ത കൊടുക്കരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. എപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോഴും അവർ നമുക്ക് ഇങ്ങനെ ഒരു വാർത്തയാണെന്ന് പറയുമ്പോഴും നമ്മൾ പറയും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട, എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ഒരു സംഭവം കൊടുക്കാൻ പാടില്ല. സമൂഹത്തിന് മുമ്പിൽ നമുക്ക് അതിനകത്ത് നിന്ന് യാതൊരു സന്ദേശവും നൽകാനുമില്ല. പക്ഷേ ഈ വാർത്ത ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി വായിച്ചു. ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു. ഈ പത്തായത്തിൽ നെല്ലുണ്ട് എലി പാലക്കാട്ടു നിന്ന് വരും എന്ന് പറയുന്ന പോലെ ഈ കണ്ണൂരുകാരൻ അവൻ ഇവിടെ വരുന്നു. അതിലൊരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറുന്നു. ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു, ചിത്രീകരിക്കുന്നു. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു, അതിനെയും പീഡിപ്പിക്കുന്നു. പിന്നെ ഇതിൻ്റെ കഥ വായിച്ചപ്പോഴാണ് നമ്മൾ അമ്പരന്ന് പോയത്. അതായത് ഒരേ സമയം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളെ ഇവൻ പ്രണയിക്കും. തിരുവനന്തപുരത്തുകാരെ കണ്ണൂരാരൻ പ്രണയിക്കുക. അതായത് ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ഡിവിഷനിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളെ പ്രണയിക്കുന്നു. അതിൽ ഒരാളുടെ വീട്ടിൽ വരുന്നു, ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ കൊണ്ട് വിളിച്ച് മറ്റേ പെൺകുട്ടിയെ വരുത്തിക്കുന്നു, അതിനെയും ബലാത്സംഗം ചെയ്തു. ഇനി 3ാമത് ഒരെണ്ണത്തിനെ കൂടി ഇതേ ക്ലാസ്സിൽ നിന്ന് വല വീശിയിട്ടുണ്ട്. അതിൻ്റെ കിട്ടിയിട്ടില്ല, അതിനെ വളച്ച് കൈ വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഈ പെൺകുട്ടികളുടെ ഇതിലൊരു പെൺകുട്ടിയുടെ വീട്ടിൽ രാത്രി ഇവൻ കയറിയെന്നാണ് പറയുന്നത്. ഈ കയറിയ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. വീട്ടുകാരറിയുന്നില്ല. വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഇവൻ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആദ്യത്തെ പെൺകുട്ടിയുടെ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. രാത്രി 12 മണി വരെ അവനകത്ത് ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ കോവിഡ് സമയത്താണ് പത്തനംതിട്ടയിൽ ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു സംഭവം നടക്കും. ഒരു 2 നില വീട്. ആ വീട്ടിൽ +2 ഒറ്റ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അത് ഒരു ദിവസം രാവിലെ കതവ് തുറന്ന് ഈ പെൺകുട്ടിയുടെ പിതാവ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കാണാം 1ാം നിലയിലോട്ടൊരു വലിയ ഏണി ചാരി വെച്ച്. അദ്ദേഹത്തിന് സംശയം, നമ്മുടെ വീട്ടിൽ ഏണിയില്ലോ, ഇത് പിന്നെ എന്താ കള്ളം കയറിയതാണെന്ന്. വലിയ ഏണിയാണ്, വലിയ ഏണി ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം നേരെ അകത്ത് ചെന്ന് മോളെ വിളിച്ചപ്പോൾ മുറി പൂട്ടിയിരിക്കുകയാണ്. മുറി തുറന്നപ്പോൾ ഇതിനകത്തൊരു ചെറുപ്പക്കാരനുണ്ട്. ആശാൻ ഏണിയൊക്കെ ആയിട്ട് വന്ന് ഇതുവഴി മേളിൽ കയറി പെൺകുട്ടിയുടെ കൂടെ താമസിക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇവ സ്ഥിരമായിട്ട് രാത്രി ഏണിയായിട്ട് ഇങ്ങ് പോരും. ഈ ഏണിയും വെച്ച് ഇവൻ കയറുന്നു, പെൺകുട്ടിയുടെ റൂമിൽ കയറുന്നു, അവരുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ നടത്തുന്നു. അതിനുശേഷം നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവൻ ഏണി എടുത്ത് വീട്ടിൽ പോകുന്നു. ഈ ദിവസം ഈ ഏണി കണ്ട പർട്ടിക്കുലർ ഡേയിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആശാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. അത് കാരണം നേരം വെളുത്തുപോയി. എല്ലാവരും ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് ഏണി അവിടെ ഇരിക്കുന്നത്. അവസാനം ഇത് കേസായി, പോലീസ് സ്റ്റേഷനിൽ പരാതിയായി, കേസായി, ബഹളമായി, വഴക്കായി. ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഇവരും എല്ലാം ചേർന്ന് ഇത് ഒത്തുതീർപ്പാക്കി വിടുകയാണ്. ഇത് ആ 2 കൂട്ടർക്കും നാണക്കേടാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഒരുത്തൻ രാത്രിയിൽ ഒരു ഏണിയൊക്കെ ആയിട്ട് പോവാണ്, അടുത്തുള്ള വീട്ടിൽ കൊണ്ടുവെക്കുന്നു. ഏണി ഇവൻ്റെ ആവശ്യം ഇവൻ അത്തരം ഒരു പ്രവണത. അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ ഈ ഒന്നാമത്തെ വിഷയം, നമ്മുടെ സ്വകാര്യത കൂടിപ്പോയോണ്ടുള്ള ഒരു കുഴപ്പമാണ്, അല്ലേ? അതെ. മാത്രമല്ല, നമ്മൾ ഇന്ന് ഞാൻ യാദൃശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ദൃശ്യമാണ്. ഒരു ചെറുപ്പക്കാരി അമ്മ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് പട്ട് സാരി, മലയാളിയല്ല, വേറെ സംസ്ഥാനത്താണ്. അവർ റീൽസ് ചിത്രീകരിക്കുകയാണ്. അവരുടെ കുട്ടി ഒരു പാലത്തിലാണ്. ഈ കുട്ടി നേരെ റോഡിന് കുറുക്കയാടുകയാണ് വാഹനം വരുമ്പോൾ. കൊച്ചുകുട്ടി, ഒരു 1-2 വയസ്സ് പ്രായമുള്ളത്. ഇതിനെ വേറൊരാൾ രക്ഷിക്കുന്നു ഈ കുഞ്ഞിനെ. അപ്പോൾ അമ്മ ഇതിനെക്കുറിച്ച് ബോധേടല്ല എന്നുള്ളതാണ്. ആലോചിച്ചു. അവർ റീൽസ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാലത്തിൽ കൊണ്ടുവന്ന റീൽസ്, അത് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തിൽ, പണി പൂർത്തിയായി വണ്ടി വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തിൽ റീൽസ് ചിത്രീകരിക്കുമ്പോൾ അവരിത് കുഞ്ഞിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതേയില്ല. ഇത് പലപ്പോഴും നമ്മളെ കണ്ണിൽ കാണുന്നൊരു കാഴ്ചയാണ്.
ഒരു 2-3 വർഷം മുമ്പാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഞാൻ രാവിലെ നടന്നു വരുമ്പോൾ ഇതുപോലെ ഒരു കാഴ്ചയുണ്ട്. അവരും ഉത്തരേന്ത്യക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ ഇതേപോലെ അവർ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നു. മൊബൈലെടുത്ത് ഇങ്ങനെ അവരെ കൂടെയുള്ള വേറെ സ്ത്രീയുണ്ട്, അവരെല്ലാം ഇങ്ങനെ പിടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആഹ്ലാദിക്കുന്നു, ചിരിക്കുക ചെയ്യുന്നു. ഇവർ കൊണ്ടൊരു കൊച്ചുകുട്ടി ഒരൊറ്റ ഓട്ടോടെയാണ് അങ്ങ് റോഡിലോട്ട്. കൃത്യം അവിടെ നിന്നൊരു വലിയ ഒരു ഫോർച്യൂണർ നടന്ന ഒരു വലിയ വണ്ടി വരുന്നുണ്ട്. പക്ഷേ ആ വാഹനം ഓടിച്ചിരുന്നയാൾ ശ്രദ്ധിച്ചതുകൊണ്ട് അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തി. ഇവർ വണ്ടി ഇങ്ങനെ തിരിഞ്ഞങ്ങ് നിന്നു. തലനാഴിക്കുക കുഞ്ഞിന്. ഞാൻ ജീവിതത്തിൽ ഇത്രയും അന്തം മുട്ടിയ ഒരു അവസ്ഥയിൽ, കാരണം ഒരു കൊച്ചുകുട്ടി വണ്ടി ഇടിച്ച് മരിക്കുന്നത് നമ്മൾ നേരിട്ട് കാണേണ്ടി വരുമല്ലോ എന്നുള്ള ആ സ്ട്രെസ്സായിപ്പോയി നമുക്ക്. അത്ര വണ്ടിങ്ങ് എത്തി. അവസാനം അവിടെ നിന്നുള്ള ആളുകളൊന്ന് വിളിച്ച് ബഹളം വയ്ക്കുമ്പോഴാണ് ഈ അമ്മ ഈ കൂടെ ഈ മൊബൈലെടുത്ത് പിന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉണ്ട്. ഇവരാരും ശ്രദ്ധിക്കുന്നതിൽ കുഞ്ഞിറങ്ങി പോയി. അതിൻ്റെ വേറെ പതിപ്പാണ് ഈ മുതിർന്ന കുട്ടികളും ഇത് തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവരെ മുറിയിൽ കയറുന്നു, കതവ് പൂട്ടുന്നു, മൊബൈലും ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ച് കലാപരിപാടി ആരംഭിക്കുന്നു. അതാണ് സംഭവം. ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ ഈ കേട്ട ഒരു വാർത്തയ്ക്കകത്ത് 14 വയസ്സുള്ള 2 പിള്ളേർ, എന്നാ പ്രായമുണ്ട്, 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികളെ, അതും പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ആൺകുട്ടികളാണെങ്കിലും അതെ, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, ഇത് 2 രീതിയിലാണ് ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത്. ഈ ആൺകുട്ടികളുടെ ഭാഗത്ത് ഒന്നുകിൽ ലഹരി മരുന്ന്, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പ്രണയക്കണി. ഇവരും ഈ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകളും രാത്രി പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. 2, ഈ പെൺകുട്ടികൾക്ക്, ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളുടെ കൈവശം അല്ലാതെ ഈ ഫോൺ ഉപയോഗിക്കാനുള്ള അനുമതി കൊടുക്കുന്നതാണ് വേറൊരു പ്രശ്നം. അതൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ പോലും അവർ സ്വന്തം മുറിയിൽ നോക്കണ്ട, പുറത്ത് എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ലാപ്ടോപ്പ് വെച്ച് നോക്കണമെന്നുള്ള ഒരു പറയാൻ എന്താണ് അച്ഛനമ്മ മടിക്കേണ്ട ഒരു കാര്യമില്ല, അവർ പറയണോ അത്. ഇനി നമ്മൾ ആലോചിക്കുക, ഇവർക്ക് നമ്മൾ ഫോൺ വാങ്ങി കൊടുത്തില്ലെന്ന് വിചാരിക്കുക, ഇവർ പ്രണയക്കണിയിൽ പോയി വീഴുന്ന കൂട്ടത്തിൽ അവർ ഈ കാമുകന്മാർ വാങ്ങിക്കൊടുക്കും. അല്ല, അതൊരിക്കലും നമ്മൾ പണ്ടൊരു വാർത്ത കൊടുത്തിട്ടുള്ളതാണ്. ഒരു പെൺകുട്ടിയെ പിടികൂടി കഴിഞ്ഞ അവസാനം അവളെ 2 ഫോൺ ഇരിക്കുന്നുണ്ടെന്ന് വീട്ടുകാർക്കറിയില്ല. അവർ ഒരു ഫോൺ, ഒരു സാധാരണ ഫോണേ വാങ്ങിച്ചിട്ടുള്ളൂ. ആൻഡ്രോയിഡ് ഫോൺ 2 കൈവശമുണ്ടെന്ന് ഈ കാമുകന്മാർ കൊണ്ട് കൊടുത്തത്. ഇതിപ്പം ആലോചിക്കണം, ഈ വന്നവൻ, ഈ 2 പേരെ പീഡിപ്പിക്കുകയും 3ാമതൊരു കുട്ടിയെ ലക്ഷ്യമിടുകയും ചെയ്ത് വന്നവൻ നേരത്തെ അവൻ ബോക്സോ കേസിൽ പ്രതിയാണ്. അവൻ്റെ സ്ഥിരം പണി ഇതാണ്. ഇൻസ്റ്റാഗ്രാം വഴി കുട്ടികളെ വളയ്ക്കുക, എന്നിട്ട് അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക, അതെല്ലാം മൊബൈലിൽ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ പേരിൽ ഓൾറെഡി 1-2 കേസ്, പോക്സോ കേസ് ഉള്ള ഒരുത്തനാണ്. അവനപ്പോൾ എവിടെ അതിർത്തി വ്യത്യാസമൊന്നുമില്ല, അവൻ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടന്ന് ഇത് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കേണ്ടതാരാണ്? നമ്മുടെ അധ്യാപകരെ സ്കൂളിൽ ചെല്ലുമ്പോഴുള്ള ഒരു കാര്യമുള്ളൂ. അത് എല്ലാം ഒന്നും അധ്യാപകർക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ്. അങ്ങനെ ഇല്ലാതെ വരുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ തൂഫാൻ അതുപോലെയൊക്കെ കാര്യങ്ങൾ നടത്തുന്നത് പോലെ തന്നെ ഈ സൈബർ മേഖലയിലും വളരെ ശ്രദ്ധ കേരള പോലീസ് ചെലുത്താനാണ്. പക്ഷേ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ തൂഫാൻ പോലെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരാൾ സ്വന്തം വീട്ടിൽ മുറിക്കകത്ത് വിളിച്ചിരുന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പുറം ലോകം അറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഈ കുട്ടികൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഈ മൊബൈൽ സിം കാർഡ് എടുക്കുമ്പോഴൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതിന് വീട്ടുകാർ പോലും അറിയാതെ ഇപ്പോൾ സിം കാർഡ് എടുത്തെന്ന് പറയുമ്പം എടുത്തുകൊണ്ട് കൊടുത്ത ആരാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിപ്പം ഇന്നലെ തന്നെ ഈ കേസിനകത്ത് ആ 2 പെൺകുട്ടികളും അല്ലേ, 3ാമത്തെ കുട്ടിയാന്ന് തോന്നുന്നു പരാതിപ്പെട്ടു. അതെ, ബ്ലാക്ക്മെയിലിംഗ്. ഈ 3ാമത്തെ, അതായത് ഇയാൾക്ക് ഉപദ്രവിക്കാൻ കഴിയാത്ത കുട്ടിയാണ് പരാതിപ്പെട്ടത്. ആ കുട്ടിയാണ് ഇത് രക്ഷകർത്താക്കളോട് ഈ വിഷയം പറയുന്നത്. അങ്ങനെയാണ് ഇത് പുറം ലോകം അറിയുന്നത്. എന്തായാലും അവനെ പിടിച്ചു. ഇങ്ങനെ ഒരുപാടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ മുഖേന ഓരോരുത്തരെ ട്രാപ്പിലാക്കി മുന്നോട്ട് പോയി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യ ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി. അത് അവരുടെ സ്വകാര്യത. സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ നിറയെ അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ്. അത് പോവുക എന്നുള്ള പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. ഇതിപ്പോൾ ആദ്യത്തെ ഒരു സംഭവമൊന്നുമില്ല. ഇത് ആള് സെലിബ്രിറ്റി ആയി പോയത് കൊണ്ട് ഇത് വലിയ വാർത്തയായി മാറി എന്നുള്ളത്. പണ്ടും നമ്മുടെ നാട്ടിൽ ഒരുപാട് സെലിബ്രിറ്റികളെ ഭാര്യയും മക്കളും ഒക്കെ ഒളിച്ചോടിയിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ജോലി ചെയ്ത സമയത്ത് പലപ്പോഴും ആ വാർത്തകൾ ഒരുപാട് സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കാതെ നമ്മൾ അത്ര ഒരു വാർത്ത കൊടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ സാധാരണക്കാരന്റെ വീട്ടുകളിലും ഇതുപോലെ ഒളിച്ചോടുന്നുണ്ടല്ലോ. എത്രയോ പേര് ഒളിച്ചോടുന്നു. ഈ ഒളിച്ചോട്ടമല്ല, അത് അവർ വ്യക്തിപരമായി പോകുന്നതാണ്. പ്രായപൂർത്തിയായ ആൾക്കാരാണ് അവർ. അങ്ങനെ വാർത്തകൾ കൊടുക്കുന്നതിനോട് നമുക്ക് ഒരു യോജിപ്പും ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഏറ്റവും കെണി തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, ശരിക്കും നോക്കിയാൽ
ഉപകാരവുമാണ്, അതേസമയം വലിയ കെണി തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അല്ല, പറയാൻ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, വേറൊരു വലിയ വിഭാഗമുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പറഞ്ഞ ഫോണിൽ പറഞ്ഞ പലരും വിളിച്ച് വാർത്ത പറയുന്ന കൂട്ടത്തിൽ ഈ പ്രായമായ മനുഷ്യരെ മറ്റേ കെണി പിന്നെ ഹണി ട്രാപ്പിൽ പെടുത്തുന്നു. അതെ അതെ, ഇവിടെ ഫോൺ ചെയ്യുന്ന പലരും ഒരു ആവറേജ് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. 1-2 പേര് ഹണി ട്രാപ്പിൽ ഹണി ട്രാപ്പിൽ പെട്ടിട്ട് ഇവിടെ വിളിച്ച് അവർ പറയാണ്. പക്ഷെ അവർക്ക് പോലീസ് പരാതി കൊടുക്കാൻ ധൈര്യമില്ല. അവർ പറയുന്നത് എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്, കൊച്ചുമക്കൾ പോലും വലുതായതാണ്, അത് അവരിത് അറിഞ്ഞാൽ മോശമാണ്. അപ്പോൾ നിങ്ങൾ ഇവരെക്കുറിച്ച് വാർത്ത കൊടുക്കുന്നതാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ വാർത്ത കൊടുക്കാൻ കഴിയില്ല. ഇവർ പോലീസ് കൊണ്ട് പരാതി കൊടുത്ത് FIR ഇടുക അല്ലാതെ നമുക്കങ്ങനെ വാർത്ത കൊടുക്കാൻ പറ്റും. അവർ നിങ്ങൾ വാർത്ത കൊടുക്കുമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അതാണ്. അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. കൊച്ചുകുട്ടികൾ മാത്രമല്ല, പ്രായമായവരും റിട്ടയർ ചെയ്തൊക്കെ വീട്ടിലിരിക്കണം 70 വയസ്സ് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ, പുരുഷന്മാരും സ്ത്രീകളും കാണുമായിരിക്കാം, ഇത്തരക്കാരുടെ ട്രാപ്പുകളിൽ ചെന്ന് കൃത്യമായും പെടുന്നുണ്ട്. ഇതിനൊരു അടിയന്തര പരിഹാരം കണ്ടുപിടിക്കാൻ രമേശ് ചെന്നിത്തലയൊക്കെ നേതൃത്വത്തിൽ എന്തെങ്കിലും സൈബർ വിങ് പ്രത്യേക ഒരു നിരീക്ഷണം കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇത്ര പശ്ചാത്തലമുള്ള ആളുകളെ കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യണം. അപ്പോൾ ഈ പോത്തങ്കോട്ട് വന്ന് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കണ്ണൂരുകാരൻ നേരത്തെ പോക്സോ കേസിൽ പ്രതിയായിരുന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നമ്മുടെ രക്ഷകർത്താക്കൾ കുറച്ചുകൂടി ജാഗരൂകരായിരിക്കുക.